എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ +1 പരീക്ഷ എന്ന് പറയുന്നത് അതായത് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയായിരുന്നു +1ന്റെ പരീക്ഷ. വിദ്യാർത്ഥികൾ +1ന്റെ ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിലും അതുപോലെ തന്നെ സേ പരീക്ഷാ വിഭാഗത്തിലും അതുപോലെ കമ്പാർട്ട്മെന്റൽ അല്ലെങ്കിൽ സാധാരണ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ഫിസിക്സ് പരീക്ഷയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക്, അതായത് നിങ്ങൾക്ക് 60 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെയും അതുപോലെ 80 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെയും ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് 80 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഫിസിക്സ് 60 മാർക്കിലാണ്. അപ്പോൾ ഫിസിക്സ് ആദ്യം നോക്കാം. ഫിസിക്സ് 60 മാർക്കിലാണ്. 60ൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 18 മാർക്കേ വേണ്ടൂ. അതുപോലെ തന്നെ 80ൽ ആണെങ്കിൽ നിങ്ങൾക്ക് 24 മാർക്ക് മതിയാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് മാർക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടണം എങ്കിൽ, അതായത് ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 24 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഓരോ വർഷം 24 വെച്ച് വായിക്കാം. അതല്ലെങ്കിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 18 മാർക്ക് വെച്ച് 2 വർഷം കൂടി വായിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 വർഷത്തേക്ക് വേണ്ട മാർക്കിനാണ് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് 2 വർഷത്തേക്ക് വേണ്ട മാർക്ക് 1 വർഷം വായിക്കുകയാണെങ്കിൽ അതിന് ഡബിൾ പാസ് മാർക്ക് എന്നതാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48ഉം അതുപോലെ 60 മാർക്കിൻ്റെ ഇന്നത്തെ ഫിസിക്സ് പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 36 മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് എന്നുള്ളത് പറയാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികളിൽ അതായത് കമ്പാർട്ട്മെന്റൽ അതായത് +2 തോറ്റ ശേഷം ജയിക്കാനായിട്ട് വീണ്ടും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒന്നുകിൽ +1ലെ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ +2 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് വിദ്യാർത്ഥികൾ നേടണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ കാര്യം നോക്കാം. ഫിസിക്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് 60 മാർക്കാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ 60 മാർക്കിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ബാക്കി എത്ര മാർക്ക് നേടിയാലാണ് നിങ്ങൾ ജയിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മുൻ വർഷങ്ങളിൽ അതായത് ഈ ഒരു ഫിസിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾ എത്ര മാർക്ക് നേടണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ +2ൻ്റെ പരീക്ഷയ്ക്ക് ഒരു 12 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് നടന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക്, അതായത് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷം 18, രണ്ടാം വർഷം 18, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 18 മാർക്കോ അതല്ലെങ്കിൽ ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ 2 വർഷത്തെ ഈ ഒരു TE മാർക്ക് 36 കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടലായിട്ട് 2 വർഷം കൂടി വേണ്ട മാർക്കിൽ നിന്നും നിങ്ങൾക്ക് +2ന് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയിൽ അത് +1ൻ്റെ പരീക്ഷയിൽ കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 12 മാർക്കാണ് +2ന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 36 മാർക്കിൽ നിന്നും ഈ ഒരു 12 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? അതായത് 24 മാർക്കാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ 24 മാർക്ക് +1ൻ്റെ പരീക്ഷയിൽ കിട്ടിയാലാണ് ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു +1 ജയിക്കുക. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ന് അതായത് ഇപ്പോൾ ഈ ഒരു +1ന് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ +1ന് ഈ ഒരു 20 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ +2ൻ്റെ പരീക്ഷയ്ക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ഒരു 10 മാർക്കൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു 20ഉം 10ഉം 30 മാത്രമേ ഉള്ളൂ. 36 മാർക്ക് വേണം ജയിക്കാനായിട്ട്. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഈ ഒരു +2ൻ്റെ അതായത് പരീക്ഷ ഈ ഒരു 10 മാർക്ക് കിട്ടിയ പരീക്ഷ അത് കുറച്ച് ടഫായതുകൊണ്ട് അത് എഴുതാതെ +1ന് കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇപ്പോൾ +1ൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടലായിട്ട് ജയിക്കാൻ വേണ്ട 36 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് +2ന് മുമ്പുണ്ടായിരുന്ന മാർക്ക് എത്രയാണോ അതിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാൻ വേണ്ട മാർക്ക് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയാലാണ്, അത് 26 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് വർഷത്തെ പരീക്ഷയ്ക്കാണ് മാർക്ക് കിട്ടേണ്ടത്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ +1ൻ്റെ ഫിസിക്സ് പരീക്ഷയാണ് എഴുതുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ജയിക്കാനായിട്ട് മുൻപുള്ളതിനേക്കാൾ എത്ര മാർക്ക് കിട്ടണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡബിൾ പാസ് മാർക്ക് എത്രയാണോ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു +1ലെ പരീക്ഷയ്ക്ക് കിട്ടേണ്ട മാർക്കാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് +2ന് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുൻപ് +2ന് പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ +2ന് കിട്ടിയ TE മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് ഇതിൽ നിന്നും കുറക്കുക. ഇപ്പോൾ 12 മാർക്കാണ് എനിക്ക് മുൻപ് +2ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം +2ന് 12 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ +2 എനിക്ക് കുറച്ച് ടഫാണ് എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഞാൻ +2 പരീക്ഷ എഴുതാതെ +1ൽ ഞാൻ കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് എത്ര മാർക്ക് കിട്ടണം എന്ന് അറിയണമെങ്കിൽ +2ന്
ടുവിന് കിട്ടിയ ആ ഒരു 12 മാർക്കിനെ ഈ ഒരു ഡബിൾ പാസ് മാർക്കിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഡബിൾ പാസ് 36 അപ്പോൾ ഈ ഒരു 36 നിന്നും ഈ ഒരു പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കാണോ പ്ലസ് വണ്ണിന് കിട്ടേണ്ടത് ആ ഒരു മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു 48 മാർക്കാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം 24 വെച്ച് അടുത്ത വർഷം 24 വെച്ച് ടോട്ടൽ 48. അപ്പോൾ ഈ ഒരു 48 മാർക്കാണ് ഈ ഒരു ഡബിൾ പാസ് എന്ന് പറയുന്നത്. ഈ ഒരു 48-ൽ നിന്നും നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണോ എഴുതാതിരിക്കുന്നത്, അതായത് ഏത് വർഷത്തെ പരീക്ഷയാണോ എഴുതാതിരിക്കുന്നത് ആ ഒരു പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ കിട്ടിയ മാർക്ക് എത്രയായിരുന്നോ ആ ഒരു മാർക്ക് ഇവിടെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എത്ര മാർക്ക് ജയിക്കാൻ വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു അതായത് ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് പ്ലസ് ടുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഇനി വരുന്ന പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷ ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ 80 മാർക്കിൻ്റെ ഡബിൾ പാസ് എന്ന് പറയുന്നത് 48 48-ൽ നിന്നും മുൻപ് പ്ലസ് ടുവിന് ഏറ്റവും അവസാനം കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 20. അപ്പോൾ ആ 20-നെ കുറക്കുന്ന സമയത്ത് 28 എന്നുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്കാണ് വിദ്യാർത്ഥികൾ ആ ഒരു പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയ്ക്ക് വായിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് 80 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 48-ൽ നിന്ന് നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണോ എഴുതാതിരിക്കുന്നത് അതിൻ്റെ മാർക്ക് മുൻപ് കിട്ടിയ മാർക്ക് കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വായിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 36 മാർക്കിൽ നിന്നും നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണോ എഴുതാത്തത് ആ ഒരു മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷ എഴുതുന്നുവോ അതിന് എത്ര മാർക്ക് നേടണം എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പരീക്ഷകൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ഫിസിക്സ് പരീക്ഷ ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പല വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷ ഈസി അല്ല, അതുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.